ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു എഡിറ്റിംഗ് വീഡിയോ ആണ്. ഇന്നത്തെ ഫോട്ടോ അയച്ചിരിക്കുന്നത് അരുണാണ്. അപ്പോൾ ഇത് അരുൺ എഡിറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോയാണ് ഞാനിപ്പം നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാത്ത, അതായത് റോ ഫയൽ നമുക്ക് നോക്കാം. ഇതാണ് അരുൺ എടുത്ത ഫോട്ടോയുടെ റോ ഫയൽ. അതുപോലെ തന്നെ വേറെയും 1-2 ആൾക്കാർ ഇതുപോലെ റോ ഫയൽസ് അയച്ചു തന്നിരുന്നു. ചില ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് വേറൊരു ഫോട്ടോ അയക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെയിം പ്രോഗ്രാം തന്നെ ചെയ്യാൻ സാധിക്കില്ല ചാനലിൽ. അതുകൊണ്ട് ഓരോ ആൾക്കാരുടെയും ഫോട്ടോ എപ്പോഴാണോ ഓരോ എപ്പിസോഡ് ചെയ്യാൻ സൗകര്യം കിട്ടുന്നത് അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അരുണിൻ്റെ ഫോട്ടോയിലേക്ക് കടക്കാം. നമുക്കതിൻ്റെ ജസ്റ്റ് എക്സിഫ് ഡാറ്റ ഒന്ന് നോക്കാം, അവൈലബിൾ ആണെങ്കിൽ. എക്സിഫ് ഡാറ്റയിൽ നമുക്ക് കാണാം യൂസ് ചെയ്തിരിക്കുന്നത് നൈക്കോൺ D3300 ക്യാമറയാണ്. ലെൻസ് 18-55mm ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ISO 200, ഫോക്കൽ ലെങ്ത് 18mm. അപ്പോൾ നല്ല വൈഡായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഷോട്ടാണ് അരുൺ. അതുപോലെ നമുക്ക് ഷട്ടർ സ്പീഡ് 1/1000 ഓഫ് എ സെക്കൻഡിൽ, എനിക്ക് തോന്നുന്നു കയ്യിൽ തന്നെ പിടിച്ചെടുത്ത ഒരു ഫോട്ടോയാണ്. ലൊക്കേഷൻ എവിടെയാണെന്ന് വലിയ പിടുത്തമില്ല. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ അരുൺ നൈസായിട്ടൊരു 3 പക്ഷികളെ അതിനകത്ത് കറക്റ്റ് ഒരു സ്പോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം JPEG ഫയൽ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇത് ഫോട്ടോഷോപ്പിലും എല്ലാം ആഡ് ചെയ്തതായിരിക്കാം ഈ പക്ഷികളെ എന്നാണ് വിചാരിച്ചത്. എന്തായാലും നമുക്കിപ്പോൾ റോ ഫയലാണ്, അതിൽ ആ പക്ഷികൾ ഓൾറെഡി ഉണ്ട്. നമുക്ക് എഡിറ്റിങ്ങിൽ കിടക്കാം. ആദ്യമേ ജസ്റ്റ് വൈറ്റ് ബാലൻസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ഏകദേശം അത്യാവശ്യം നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഹൊറൈസൺ ചെറുതായിട്ടൊന്ന് സ്ട്രൈറ്റൻ ചെയ്യാം. അത്യാവശ്യം സ്ട്രൈറ്റ് ആണ് സംഭവം, എങ്കിലും ചെറുതായിട്ടൊന്ന് സ്ട്രൈറ്റൻ ചെയ്യാം. അതുപോലെ ഞാൻ ചെറുതായിട്ടൊന്നൊരു ക്രോപ്പ് ടൂൾ യൂസ് ചെയ്തിരുന്നു. മീൻസ് ഒരു അത്ര പ്രൊപ്പോർഷണലായിട്ടല്ലാത്ത ഒരു ലെങ്ത് ആൻഡ് വിഡ്ത്തിലാണ് നമുക്ക് ഫോട്ടോ കിട്ടിയത്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ക്രോപ്പ് ചെയ്തിരുന്നു. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ ഹൈലൈറ്റ്സ് ഒന്ന് കുറയ്ക്കുന്നു, നമുക്ക് സ്കൈയിലുള്ള ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യാനായിട്ട്. ഷാഡോസ് വലുതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല, ചെറിയ തോതിൽ മാത്രം ഇൻക്രീസ് ചെയ്യുന്നു. വൈറ്റ്സ് നമുക്ക് മാക്സിമം ഒന്ന് റിട്രീവ് ചെയ്യാം. ഓക്കെ, വൈറ്റ്സ് റിട്രീവ് ചെയ്തു. ബ്ലാക്ക്സും നമ്മൾ മാക്സിമം റിട്രീവ് ചെയ്തു. അപ്പോൾ ചിത്രത്തിൻ്റെ ഏകദേശം ഒരു ഫുൾ ഡൈനാമിക് റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് റോ ഫോർമാറ്റിൽ. ഇനി ജസ്റ്റ് സാച്ചുറേഷൻ ചെറുതായി ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഇനി HSL പാനലിലേക്ക് പോയി നമുക്ക് സ്കൈ കുറച്ചും കൂടെ റിട്രീവ് ചെയ്യാനായിട്ട് നോർമലി ചെയ്യുന്നത് പോലെ നമുക്ക് ലൂമിനൻസ്, ബ്ലൂവിൻ്റെയും അക്വയുടെയും ലൂമിനൻസ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാം. ഫുള്ളൊന്ന് കുറച്ച് നോക്കാം എന്ത് സംഭവിക്കുന്നത് അറിയാനായിട്ട്. ഓക്കെ, നമുക്ക് ഇതാണ് നമുക്ക് മാക്സിമം റിട്രീവ് ചെയ്യാൻ പറ്റുന്ന സ്കൈ. സൂം ചെയ്ത് നോക്കിയാൽ ചെറിയ, അത്ര വിസിബിൾ അല്ലെങ്കിലും ചെറിയ നോയ്സ്, അത് ഇപ്പോൾ നമുക്ക് എന്തായാലും ഏത് ക്യാമറയിലും വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടോപ്പ് ആൻഡ് ക്യാമറ ആണെങ്കിലേ വരാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അത്രയ്ക്കും ഫുള്ളായിട്ട് റിട്രീവ് ചെയ്യുന്നില്ല. ഒരു -75 രണ്ടും കീപ്പ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ആദ്യം ജസ്റ്റ് ഈ ഫോട്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ സ്പ്ലിറ്റ് ടോണിങ് ചെയ്താൽ നമുക്ക് ഹൈലൈറ്റ്സിൽ നമുക്ക് ഫോട്ടോയുടെ മൂഡ് തന്നെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചെറിയൊരു യെല്ലോ കളർ കൊടുത്താൽ ഇങ്ങനൊരു മൂഡ് നമുക്ക് ഫോട്ടോയ്ക്ക് കിട്ടും. സാച്ചുറേഷൻ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം എത്രമാത്രം വേണമെന്നുള്ളത്. വേണമെങ്കിൽ ഇങ്ങനെ മൂഡി ആയിട്ടുള്ളൊരു ചിത്രം ഉണ്ടാകാം, അല്ലെങ്കിൽ മുൻപ് കീപ്പ് ചെയ്ത രീതിയിൽ തന്നെ ചിത്രം ചെയ്യാം. ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഒരു മൂഡി ഫീൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതും വലിയ ഓവറായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഷാഡോസിൽ ഞാൻ കളറൊന്നും ഹ്യൂ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫോട്ടോ അങ്ങനെ തന്നെ ലീവ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഗ്രീൻസ് ഒക്കെ ഒന്ന് കുറച്ചും കൂടെ പോപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അതായത് നമുക്ക് ലൂമിനോസിറ്റി മാസ്കുകൾ യൂസ് ചെയ്തുകൊണ്ട് ഗ്രീൻസ് ഒന്ന് പോപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനൊരു ഗ്രാജുവേറ്റഡ് ഫിൽറ്റർ എടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ആ ഗ്രീൻ പോർഷൻ കിട്ടാനായിട്ട് ഫിൽറ്റർ ഗ്രീൻ പോർഷനിലേക്ക് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നു. മീൻസ് നമുക്ക് ആ സ്കൈയുടെ ഏരിയ ഇതിനകത്ത് ഈ പർട്ടിക്കുലർ ഫോട്ടോയിൽ ആവശ്യമില്ല. എന്തായാലും ഞാൻ ആ ഫിൽറ്റർ ഒന്ന് റീസെറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് റേഞ്ച് മാസ്ക് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്രീൻ സെലക്ട് ചെയ്ത് അതിൻ്റെ മാത്രം ലൂമിനോസിറ്റി ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പം ഗ്രീനിൻ്റെ പല വേരിയേഷൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. നമ്മളിപ്പം ഒരേ ഒരു ഏരിയയിൽ മാത്രം ക്ലിക്ക് ചെയ്താൽ ആ ഒരു പർട്ടിക്കുലർ ഗ്രീൻ മാത്രമേ അതിനകത്ത് വരത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ലൈറ്റായിട്ടുള്ള ഗ്രീൻ്റെ ഏരിയാസ് എല്ലാം സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട 1-2 ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഗ്രീൻസ് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ സെലക്ട് മാസ്ക് ഓവർലേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പോർഷൻസാണ് സെലക്ട് ആയതെന്ന് നമുക്ക് കാണാം. നമ്മുടെ ഈ റിവറിൻ്റെ ഏരിയയും സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും അത് ബ്ലൂ കളറാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഗ്രീനായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഇത്രയും ഏരിയ നമുക്ക് എന്തായാലും ബ്രൈറ്റൺ ആവും. വേണമെങ്കിൽ ഓക്കെ, എന്തായാലും ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് നമുക്ക് എക്സ്പോഷർ ഒന്ന് ഇൻക്രീസ് ചെയ്യാം ഈ ഏരിയയിൽ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഗ്രീനിൻ്റെ എക്സ്പോഷർ ടോട്ടലി കൂടുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രീനിൽ കുറച്ചും കൂടെ എക്സ്പോഷർ കിട്ടി. ഞാൻ ഡൺ പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ലൂമിനോസിറ്റി മാസ്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്കൈ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് റിട്രീവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിനുവേണ്ടി പുതിയ ഒരു ഗ്രാജുവേറ്റഡ് ഫിൽറ്റർ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് കൊടുക്കുന്നു. അതായത് നമുക്ക് സ്കൈയുടെ പോർഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്രാവശ്യം നമ്മൾ കളറല്ല ചൂസ് ചെയ്യുന്നത്, ലുമിനൻസ് ആണ് ചൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയയിലെ ബ്രൈറ്റ്നസ് കുറച്ചും കൂടെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ലുമിനൻസ് സെലക്ട് ചെയ്തത്. ഓക്കെ, എന്നിട്ട് നമുക്ക് റേഞ്ച് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബ്രൈറ്റ് ഏരിയാസ് മാത്രം സെലക്ട് ചെയ്തിട്ട് എക്സ്പോഷർ ചെറുതായിട്ടൊന്ന് കുറയ്ക്കാം.
അപ്പോൾ നമ്മുടെ സ്കൈ ഏരിയയിലെ ബ്രൈറ്റ് ഏരിയാസ് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ്നസ് കുറയും നിങ്ങൾക്ക് കാണാം. ഇനി എന്തായാലും ലൈറ്റ് റൂമിലെ വർക്ക് കഴിഞ്ഞു. നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. ഇതാണ് അരുൺ അയച്ചു തന്ന ഫോട്ടോ. ഇത് ആഫ്റ്റർ ഫോട്ടോ. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ വേണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താം. അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ ഫോട്ടോഷോപ്പിലേക്ക് നമ്മുടെ ഫോട്ടോ കൊണ്ടുവരുന്നു. ജസ്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഡെസ്ക്ടോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. ഫോട്ടോഷോപ്പിൽ ബേസിക്കലി ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലെയർ പോലുള്ള ഓവർലേ അപ്ലൈ ചെയ്യും. അതിന് കൂടെ തന്നെ ചെറുതായിട്ടൊന്ന് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വേറെ കാര്യങ്ങളൊന്നും തന്നെ ഫോട്ടോഷോപ്പിൽ ചെയ്യാനില്ല. അപ്പോൾ നമുക്കിത് ഓൾറെഡി എക്സ്പോർട്ടായി ഡെസ്ക്ടോപ്പിലേക്ക്. നമുക്കിനി ഫോട്ടോഷോപ്പിലേക്ക് പോകാം. ഫോട്ടോഷോപ്പിൽ ഫോട്ടോ ഓപ്പൺ ചെയ്തു. ഇനി ജസ്റ്റ് ഒരു ഓവർലേ ലെയർ മുകളിലായിട്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാനത് എഡിറ്റ് ഓപ്ഷനിൽ വന്നിട്ട് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് 50% ഗ്രേ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഗ്രേ ഓവർലേ ലെയർ നമുക്ക് കിട്ടി. അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഓവർലേ ആക്കുന്നു. അതിനുശേഷം നമുക്ക് ബ്രഷ് ടൂൾ എടുത്ത് ചെറിയ ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് കുറച്ച് ഏരിയാസ് വൈറ്റ് ആക്കാം. അതിനുവേണ്ടി ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്ലോ ഏകദേശം നമുക്കൊരു 1 അല്ലെങ്കിൽ 2 കീപ്പ് ചെയ്യാം. അതിൽ കൂടുതൽ വെച്ചാൽ ഭയങ്കര ഒരു വൈറ്റ് ഫീൽ വരും ഫോട്ടോയിൽ. ഞാൻ എന്തായാലും ഒന്ന് സൂം ചെയ്ത് ചെറുതായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മിക്ക ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫേഴ്സും ചെയ്യുന്ന ഒരു രീതിയും ഇതുപോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബേസിക്കലി ഫോട്ടോസ് ഒന്ന് ബെറ്റർ ആകുന്നത് തന്നെ ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്തതിന് ശേഷമാണ് മിക്ക ഫോട്ടോസും അതിൻ്റെ ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളും ഡോഡ്ജ് ആൻഡ് ബേൺ ട്രൈ ചെയ്യുക. അറിയാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യാനുള്ള ട്യൂട്ടോറിയൽസ് ചാനൽ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ആ ട്യൂട്ടോറിയൽസ് നോക്കാം. എന്തായാലും ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. അത് നമുക്കിവിടെ ചെറിയൊരു ലൈറ്റ് ബീം വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ആ ബീം ചെറുതായിട്ടൊന്ന് ഡോഡ്ജ് ആൻഡ് ബേമിലൂടെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ലൈറ്റ് ലീക്ക് പോലെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ ടൈം എടുത്ത് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ എന്തായാലും അത് ടൈം എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്ത് പോകുന്നു. അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോയുടെ പുറകിൽ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാം. നമുക്കറിയാം എങ്ങനെ ഇത് ചെയ്യാമെന്ന് നമ്മൾ മുൻപുള്ള ട്യൂട്ടോറിയൽസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഫോട്ടോയിൽ നിന്ന് ചേഞ്ച് ചെയ്യാമെന്ന് മുൻപുള്ള വീഡിയോസിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. എങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ ഡോഡ്ജ് ആൻഡ് ബേൺ ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുപോലെ തന്നെ നോർമലി ബേൺ ഞാൻ വലുതായിട്ട് ചെയ്യാറില്ല ഫോട്ടോസിൽ. കൂടുതലും ഡോഡ്ജ് ആണ് ചെയ്യുന്നത്. അതായത് വൈറ്റനിങ് ആണ് കൂടുതലും ചെയ്യുന്നത്. ബേൺ ചെയ്യാറില്ല. ചില ഫോട്ടോസിൽ ആവശ്യമെങ്കിൽ മാത്രം ബേൺ ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് കളർ ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ബേസിക് ഡോഡ്ജ് ആൻഡ് ബേൺ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യുന്നതിന് മുൻപും ശേഷവുമുള്ള വീഡിയോസ് നോക്കാം. ആ എഫക്റ്റ് നോക്കാം. ഇപ്പോൾ ഇതാണ് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്താലുള്ള ആ ഒരു എഫക്റ്റ്. നമ്മളിപ്പോൾ ഒരാളെ നിങ്ങളിപ്പം ഇത് കണ്ടുപോകുന്നത് കൊണ്ട് ചിലപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നാം. പക്ഷേ നമ്മൾ ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്തൊന്നും കാണാത്ത ഒരാളെ ഈ ഫോട്ടോ പ്രസൻറ്റ് ചെയ്താൽ, അതായത് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോ പ്രസൻറ്റ് ചെയ്താൽ അവർക്കത് ഇഷ്ടപ്പെടും. മീൻസ് അവർക്കറിയില്ല നമ്മളിങ്ങനെ ഡോഡ്ജ് ആൻഡ് ബേൺ ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഓവർലേയും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, കുറച്ച് നാച്ചുറൽ സൺലൈറ്റ് ഓവർലേ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അവയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിലേതെങ്കിലും ഒരു സൺലൈറ്റിൻ്റെ ഓവർലേ, നോർമലായിട്ടുള്ളൊരു സൺലൈറ്റിൻ്റെ ഓവർലേ ഒന്ന് ട്രൈ ചെയ്യാം. ഇതിപ്പം ഓവർലേ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ട്യൂട്ടോറിയലിന് വേണ്ടി അങ്ങ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ലെയർ മോഡ് ചേഞ്ച് ചെയ്ത് സ്ക്രീനാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫോട്ടോയിൽ എവിടെയാണോ സണ്ണിൻ്റെ ആ ഒരു അപ്പിയറൻസ് ഉള്ളത് നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് അത് ഡ്രാഗ് ചെയ്ത് അവിടെ തന്നെ അത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സൺ എഫക്റ്റും അവിടെ ആഡ് ചെയ്തു. ചെറിയൊരു എക്സ്ട്രാ എഫക്റ്റാണ്, വലിയതായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ഫോട്ടോ. വേണമെങ്കിൽ സൺഫ്ലയർ നമുക്ക് ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സൺഫ്ലയറിൻ്റെ ഒരു പാക്ക് നമുക്ക് ഇതിനകത്തുണ്ട്. ഫ്ലെയർ ആൻഡ് ഹെയ്സ് എന്ന് പറയുന്നൊരു പാക്കുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ അതിൽ നിന്ന് നമുക്ക് ഫ്ലെയർ വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോയിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒരു ഫ്ലെയർ ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ഒരു ഫ്ലെയർ ആഡ് ചെയ്തു. ഞാൻ എന്തായാലും ഒന്നും കൂടെ അത് എക്സ്പാൻഡ് ചെയ്യുന്നു നമ്മുടെ ഫ്ലെയർ. അങ്ങനെ ഒരു സൺഫ്ലയറിൻ്റെ ചെറിയൊരു ഓവർലേ നമ്മൾ ആഡ് ചെയ്തു. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമുക്കിപ്പം ടോപ്പ് പോർഷനിൽ മാത്രം അല്ലെങ്കിൽ ബോട്ടം പോർഷനിൽ മാത്രം മതിയെങ്കിൽ നമുക്കൊരു
നോർമലി ചെയ്യുന്ന പോലെ ഒരു ലെയർ മാസ്ക് കൊടുത്ത് വേണ്ടാത്ത പോർഷനിൽ നിന്നത് ഡിലീറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എന്തായാലും ടോപ്പ് പോർഷനിൽ മാത്രം അത് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ ചെറിയൊരു എന്താ പറയുന്നത്, ആ ലെയറിൻ്റെ ഒരു എഡ്ജസ് നമുക്ക് കാണാൻ സാധിക്കും. അത് മായ്ക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുക്കുക. ടൂൾ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഫോട്ടോയിൽ ഒന്ന് ക്ലോൺ സ്റ്റാമ്പ് ചെയ്താൽ ആ കാര്യം നമുക്ക് ക്ലിയർ ആക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് തൊട്ടടുത്തുള്ള പോർഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലോൺ സ്റ്റാമ്പ് ചെയ്ത് എഡ്ജസൊക്കെ ഒന്ന് ക്ലിയർ ആക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എഡ്ജസ് നമ്മുടെ ഫോട്ടോയിൽ നിന്ന് മാറ്റി. അപ്പോൾ ഇതാണ് ഫൈനൽ ഇമേജ്. ഇത് നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപുള്ള ഇമേജ്, ഇത് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമുള്ള ഇമേജ്. ഇതാണ് ഫൈനൽ എഡിറ്റ്. നമുക്ക് സാധാരണ പറയാനുള്ള പോലെ നമുക്ക് പല രീതിയിൽ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാം. വേണമെങ്കിൽ മാത്രം ഇതുപോലുള്ള ഓവർലേസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ഫോട്ടോഷോപ്പിൽ ഡോഡ്ജ് ആൻഡ് ബേണൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ ബെറ്റർ ആക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മളുടെ റോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലിൽ ഇവിടെ തീരുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിലും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിലൊക്കെ താല്പര്യമുള്ളവർക്ക് ചാനൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.